ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കൊമേഴ്സ്യൽ പേപ്പർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കൊമേഴ്സ്യൽ പേപ്പർ ഈസ് ആൻ അൺസെക്യൂർഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂഡ് ഇൻ ദ ഫോം ഓഫ് പ്രൊമിസറി നോട്ട്. പ്രൊമിസറി നോട്ടിൻ്റെ രൂപത്തിൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. കൊമേഴ്സ്യൽ പേപ്പർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1990-ലാണ്, 1990-ലാണ്. ഇറ്റ് ഈസ് എ ന്യൂ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ ഫിനാൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ്. കോർപ്പറേറ്റ് എൻ്റർപ്രൈസുകളുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റുകൾക്ക് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ന്യൂ ഇൻസ്ട്രുമെൻ്റ് ആണത്. ഇറ്റ് ഈസ് റയർലി ഇഷ്യൂഡ് ടു ഫിനാൻസ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനോ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിനോ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ഇതൊരു ഷോർട്ട് ടേം യൂസൻസ് പ്രൊമിസറി നോട്ടാണ് വിത്ത് ഫിക്സഡ് മെച്യൂരിറ്റി, ഇഷ്യൂഡ് മോസ്റ്റ്ലി ബൈ ദ ലീഡിംഗ് നാഷണലി റെപ്യൂട്ടഡ് ക്രെഡിറ്റ് വർത്തി ആൻഡ് ഹൈലി റേറ്റഡ് ലാർജ് കോർപ്പറേഷൻസ്. ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ലാർജ് കോർപ്പറേഷൻസും അതുപോലെ തന്നെ മോസ്റ്റ്ലി ലീഡിംഗ് ആയിട്ടുള്ള കോർപ്പറേഷൻസ്, നാഷണലി റെപ്യൂട്ടഡ് ആയിട്ടുള്ളത്, ക്രെഡിറ്റ് വർത്തി ആയിട്ടുള്ള കോർപ്പറേഷൻസ് എന്നിവ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രൊമിസറി നോട്ടാണ് ഈ കൊമേഴ്സ്യൽ പേപ്പർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രത്യേകതകളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് കൊമേഴ്സ്യൽ പേപ്പർ ഈസ് എ ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ഫീച്ചറായിട്ട് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഇറ്റ് കംപ്രൈസസ് യൂസൻസ് പ്രൊമിസറി നോട്ട്സ് വിത്ത് എ ഫിക്സഡ് മെച്യൂരിറ്റി. ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡിലേക്ക് പ്രൊമിസറി നോട്ടുകളെ കംപ്രൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡിലേക്കുള്ള പ്രൊമിസറി നോട്ടുകളാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ. ഫേസ് വാല്യൂവിനേക്കാളും നിശ്ചിത എമൗണ്ട് ഡിസ്കൗണ്ടിലാണ് ഇത് പ്രധാനമായിട്ട് ഇഷ്യൂ ചെയ്യാറ്. യഥാർത്ഥത്തിലുള്ള വാല്യൂവിനേക്കാളും ഡിസ്കൗണ്ട് വാല്യൂവിന് കൊമേഴ്സ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. നാലാമത്തത് ഇറ്റ് ഈസ് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആസ് എൻ എവിഡൻസ് ഓഫ് എൻ അൺസെക്യൂർഡ് കോർപ്പറേറ്റ് ഡെപ്റ്റ് ഓഫ് ഷോർട്ട് ടേം മെച്യൂരിറ്റി. ഷോർട്ട് ടേം മെച്യൂരിറ്റിയുള്ള ഒരു അൺസെക്യൂർഡ് കോർപ്പറേറ്റ് ഡെപ്റ്റിന് എവിഡൻസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. സോ കൊമേഴ്സ്യൽ പേപ്പർ ഈസ് എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആസ് എൻ എവിഡൻസ്. അതൊരു എവിഡൻസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ഓഫ് ആൻ അൺസെക്യൂർഡ് കോർപ്പറേറ്റ് ഡെപ്റ്റ്. ഒരു അൺസെക്യൂർഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഡെപ്റ്റിന്, ഷോർട്ട് ടേം മെച്യൂരിറ്റി പീരീഡിലുള്ള ഒരു അൺസെക്യൂർഡ് കോർപ്പറേറ്റ് ഡെപ്റ്റിൻ്റെ എവിഡൻസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് കൊമേഴ്സ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ആൾസോ ബി ഇഷ്യൂഡ് ഇൻ ദ ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫോം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫോമിലും ഇത് ഇഷ്യൂ ചെയ്യാറുണ്ട്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിനും ഇത് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എന്നർത്ഥം. അടുത്ത് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രോമിസ്. കൊമേഴ്സ്യൽ പേപ്പർ എന്നുള്ളതിൽ ഒരു പ്രോമിസ് അടങ്ങിയിട്ടുണ്ട്. ഏഴാമത്തത് നോ അസറ്റ്സ് ആർ പ്ലഡ്ജ്ഡ് ഫോർ ദിസ് പർപ്പസ്. കൊമേഴ്സ്യൽ പേപ്പർ എന്നുള്ള പർപ്പസിന് വേണ്ടിയിട്ട് അസറ്റ്സുകളൊന്നും പ്ലഡ്ജ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ അസറ്റ്സുകളൊന്നും പ്ലഡ്ജ് ചെയ്യാതെയാണ് കൊമേഴ്സ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത്. എട്ടാമത് പറയുന്നത് എ കമ്പനി ക്യാൻ ഇഷ്യൂ ദ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഡയറക്ട്ലി ടു ദ ഇൻവെസ്റ്റേഴ്സ് ഓർ ത്രൂ മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഓർ ബാങ്ക്. ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ മർച്ചൻറ്റ് ബാങ്കേഴ്സ് മുഖാന്തരമോ ബാങ്കുകൾ മുഖാന്തരമോ കമ്പനിക്ക് എന്ത് ചെയ്യാം? കൊമേഴ്സ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എ കമ്പനി ക്യാൻ ഇഷ്യൂ ദ കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ഡയറക്ട്ലി ടു ദ ഇൻവെസ്റ്റേഴ്സ്. ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ മർച്ചൻറ്റ് ബാങ്കേഴ്സ് മുഖാന്തരമോ ബാങ്കുകൾ മുഖാന്തരമോ കമ്പനിക്ക് കൊമേഴ്സ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യാം. ഒമ്പതാമത്തത് എ കൊമേഴ്സ്യൽ പേപ്പർ ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഇൻ എ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം ത്രൂ എനി ഓഫ് ദ ഡെപ്പോസിറ്ററീസ് അപ്രൂവ്ഡ് ബൈ ആൻഡ് രജിസ്റ്റേർഡ് വിത്ത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുമായിട്ട് രജിസ്റ്റർ ചെയ്തതോ അപ്രൂവ് ചെയ്യപ്പെട്ടോ ആയിട്ടുള്ള ഡെപ്പോസിറ്ററീസ് മുഖാന്തരം ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊമേഴ്സ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എ കൊമേഴ്സ്യൽ പേപ്പർ ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഇൻ എ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. ഒരു ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് കൊമേഴ്സ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ത്രൂ എനി ഓഫ് ദ ഡെപ്പോസിറ്ററീസ് മുഖാന്തരമോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ രജിസ്റ്റർ ചെയ്യപ്പെട്ട സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ അപ്രൂവ് ചെയ്യപ്പെട്ടുള്ള ഡെപ്പോസിറ്ററീസ് മുഖാന്തരമോ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിലാണ് കൊമേഴ്സ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. പത്താമത് പറയുന്നത് കൊമേഴ്സ്യൽ പേപ്പർ വിൽ ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ ആസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ ഇഷ്യൂവർ. കൊമേഴ്സ്യൽ പേപ്പർ എന്നുള്ളത് ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ ഡിസ്കൗണ്ട് വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ ഇഷ്യൂവർ ഡിറ്റർമിൻ ചെയ്യുന്ന ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ ഡിസ്കൗണ്ട് വാല്യൂവിനാണ് കൊമേഴ്സ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. 11ാമത്തത് ബാങ്ക്സ് ആൻഡ് ആൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം അണ്ടർ റൈറ്റിംഗ് ഓർ കോ ആക്സെപ്റ്റിംഗ് ഇഷ്യൂസ് ഓഫ് കൊമേഴ്സ്യൽ പേപ്പർ.
കൊമേഴ്ഷ്യൽ പേപ്പറുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ആക്സെപ്റ്റിംഗ് ചെയ്യുന്നതോ അണ്ടർ റൈറ്റിംഗ് ചെയ്യുന്നതിനോ ബാങ്കുകളെയും ആൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക്സ് ആൻഡ് ആൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ പ്രൊഹിബിറ്റഡ് ഫ്രം അണ്ടർ റൈറ്റിംഗ് ഓർ കോ ആക്സെപ്റ്റിംഗ് ഇഷ്യൂസ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ. കൊമേഴ്ഷ്യൽ പേപ്പറുകളുടെ അണ്ടർ റൈറ്റിംഗോ കോ ആക്സെപ്റ്റിംഗ് ഇഷ്യൂസിൽ നിന്നോ ബാങ്കുകളെയും ആൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഷോർട്ട് ടേം ആയിട്ടുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡുള്ള ഒരു പ്രൊമിസറി നോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ആസ് എൻ എവിഡൻസ് ടു അൺസെക്യൂർഡ് കോർപ്പറേറ്റ് ഡെപ്റ്റ് ഓഫ് ഷോർട്ട് ടേം മെച്യൂരിറ്റി. ഷോർട്ട് ടേം മെച്യൂരിറ്റി ഉള്ള അൺസെക്യൂർഡ് കോർപ്പറേറ്റ് ഡെപ്റ്റിൻ്റെ എവിഡൻസ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഫേസ് വാല്യൂവിനേക്കാട്ടിലും കുറഞ്ഞ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫോമിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രോമിസ് അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോ അസറ്റ്സ് ആർ പ്ലഡ്ജ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഈ പർപ്പസിന് വേണ്ടി നമുക്ക് അസറ്റുകളൊന്നും പ്ലഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനി ക്യാൻ ഇഷ്യൂ ദ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ഡയറക്ട്ലി ടു ദ ഇൻവെസ്റ്റേഴ്സ് ഓർ ത്രൂ മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഓർ ബാങ്ക്സ്. ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ടോ മർച്ചൻറ്റ് ബാങ്കേഴ്സ് മുഖാന്തരമോ ബാങ്കുകൾ മുഖാന്തരമോ കമ്പനിക്ക് കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യാം. കൊമേഴ്ഷ്യൽ പേപ്പർ ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി ഇൻ എ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം through any of the depositories approved by and registered with Securities and Exchange Board of India. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതോ അപ്രൂവ് ചെയ്യപ്പെട്ടതോ ഡെപ്പോസിറ്ററീസ് മുഖാന്തരമോ ഡീമെറ്റീരിയലൈസ്ഡ് ഫോമിൽ കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യാം. കൊമേഴ്ഷ്യൽ പേപ്പർ വിൽ ബി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ടു ഫേസ് വാല്യൂ ആസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ദ ഇഷ്യൂവർ. ഇഷ്യൂവർ ഡിറ്റർമിൻ ചെയ്യുന്ന ഫേസ് വാല്യൂവിനേക്കാളും കുറഞ്ഞ വാല്യൂവിന്, അതായത് ഒരു ഡിസ്കൗണ്ട് വാല്യൂവിന് നമുക്ക് കൊമേഴ്ഷ്യൽ പേപ്പറുകൾ ഇഷ്യൂ ചെയ്യാം. Banks and all India financial institutions are prohibited from underwriting or co-accepting issues of commercial paper. കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ കോ ആക്സെപ്റ്റിംഗ് ഇഷ്യൂസിൽ നിന്നോ അണ്ടർ റൈറ്റിംഗ് ഇഷ്യൂസിൽ നിന്നോ ബാങ്കുകളെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നതാണ് ട്രഷറി ബില്ലിൻ്റെ അഡ്വാൻറ്റേജസിനെ പറ്റിയിട്ടാണ് ഇനി അടുത്ത് പറയാനുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് ട്രഷറി ബിൽസ്. ട്രഷറി ബില്ല് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങളാണ് പറയുന്നത്. ട്രഷറി ബില്ല് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ്. അത് ഇഷ്യൂ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. 25,000 അല്ലെങ്കിൽ 25,000 അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് ആയിട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് സേഫ് ആണെന്നാണ് പറയുന്നത്. സേഫ് എന്ന് പറയാൻ കാരണം എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ട്രഷറി ബിൽസ് ആർ സേഫ് ബിക്കോസ് ഗവൺമെൻറ് ഗ്യാരണ്ടീസ് പേയ്മെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ സം ആൻഡ് ഇൻട്രസ്റ്റ്. അതായത് ട്രഷറി ബില്ലിൽ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് സേഫാണ്. കാരണം ഇതിൻ്റെ പ്രിൻസിപ്പൽ സമ്മും ഇൻട്രസ്റ്റും പേയ്മെൻറ്റ് ചെയ്യുന്നത് ഗ്യാരണ്ടി ചെയ്യുന്നത് ഗവൺമെൻറ് ആയതുകൊണ്ട് സേഫാണ്. രണ്ടാമത് പറയുന്നത് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറയാൻ എന്താ കാരണം? ട്രഷറി ബിൽസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് അറ്റ് എനി ടൈം. ഏത് സമയത്തും ട്രഷറി ബില്ലിനെ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ഡൺ ആസ് പെർ ദ ഓപ്ഷൻ ഓഫ് ദ ഇൻവെസ്റ്റർ. ഇൻവെസ്റ്ററുടെ ഓപ്ഷൻ പ്രകാരം ഇത് നമുക്ക് നടപ്പിലാക്കാം. സോ ഇറ്റ് ഓഫേഴ്സ് ലിക്വിഡിറ്റി. അതുകൊണ്ട് തന്നെ ഇത് ലിക്വിഡിറ്റി എന്നുള്ളത് ഓഫർ ചെയ്യുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് സ്യൂട്ടബിൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എനി പാർട്ടിസിപ്പൻറ്റ് ക്യാൻ ഇൻവെസ്റ്റ് ഇറ്റ്സ് ഐഡിൽ ഫണ്ട് ഇൻ ട്രഷറി ബിൽസ് അറ്റ് എനി ഡേ. ഏതൊരു പാർട്ടിസിപ്പൻറ്റിനും അവരുടെ ഐഡിൽ ഫണ്ടുകൾ ട്രഷറി ബില്ലിൽ ഏതൊരു ദിവസവും എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. റിട്ടേൺസ് ആർ അഷ്വേർഡ് ഫോർ ട്രഷറി ബിൽസ്. അതുപോലെ തന്നെ ട്രഷറി ബില്ലുകൾക്ക് റിട്ടേൺസുകളും അഷ്വർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് സ്യൂട്ടബിൾ ആണ്. സ്യൂട്ടബിൾ ടു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ എനി പാർട്ടിസിപ്പൻറ്റ് ക്യാൻ ഇൻവെസ്റ്റ് ഇറ്റ്സ് ഐഡിൽ ഫണ്ട്. ഏതൊരു പാർട്ടിസിപ്പൻറ്റിനും അവരുടെ ഐഡിൽ ഫണ്ടുകൾ ട്രഷറി ബിൽസിൽ ഏതൊരു ദിവസവും ഇൻവെസ്റ്റ് ചെയ്യാം. റിട്ടേൺസ് ആർ അഷ്വേർഡ് ഫോർ ട്രഷറി ബിൽസ്. അതുപോലെ തന്നെ ട്രഷറി ബില്ലുകൾക്ക് റിട്ടേണുകളും അഷ്വർ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് ഇത് സ്യൂട്ടബിൾ ആണ്. നാലാമത്തത് പറയുന്നത് ഹെൽപ്ഫുൾ ടു എഫക്റ്റീവ് ഫണ്ട് മാനേജ്മെൻറ്റ്. എഫക്റ്റീവ് ഫണ്ട് മാനേജ്മെൻറ്റിന് സഹായകമാണ് എന്ന് പറയാൻ കാരണം എന്താ? ട്രഷറി ബിൽസ് ആർ അവൈലബിൾ ഓൺ ടാപ്പ് അഡ് ഹോക്ക് ആൻഡ് പീരിയോഡിക്കൽ ഓപ്ഷൻ ബേസിസ്. ട്രഷറി ബില്ലുകൾ എന്നുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് അഡ് ഹോക്ക് ബേസിസിലും പീരിയോഡിക്കൽ ഓപ്ഷൻ ബേസിസിലും അവൈലബിൾ ആണ്. ദീസ് ആർ ആൾസോ അവൈലബിൾ ഇൻ സെക്കൻഡറി മാർക്കറ്റ്. അതുപോലെ തന്നെ സെക്കൻഡറി മാർക്കറ്റിലും ട്രഷറി ബില്ലുകൾ അവൈലബിൾ ആണ്. സോ ട്രഷറി ബിൽസ് ആർ വെരി ഹെൽപ്ഫുൾ ടു ഫിനാൻഷ്യൽ മാനേജേഴ്സ് ടു മാനേജ് ദെയർ ഫണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജേഴ്സിനെ സംബന്ധിച്ചും അവരുടെ ഫണ്ട് മാനേജ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ട്രഷറി ബില്ലുകൾ എന്ന് പറയുന്നത്. ദേ ക്യാൻ ഇൻവെസ്റ്റ് ഫണ്ട്സ് ഇൻ ട്രഷറി ബിൽസ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദ ട്രഷറി ബിൽ മാച്ചസ് വിത്ത് ഡ്യൂ ഡേറ്റ് ഓഫ് ദെയർ ലയബിലിറ്റീസ് റിലേറ്റഡ് വിത്ത് ഷോർട്ട് ടേം മെച്യൂരിറ്റീസ് ആൻഡ് ഡെപ്പോസിറ്റ്സ്. അതുകൊണ്ട് തന്നെ
ദേ ക്യാൻ ഇൻവെസ്റ്റ് ദ ഫണ്ട്സ് ഇൻ ട്രഷറി ബിൽസ്. ട്രഷറി ബില്ലിലുള്ള ഫണ്ടുകൾ അവർക്ക് എങ്ങനെ ചെയ്യാം? ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് ദ ട്രഷറി ബിൽ, ട്രഷറി ബില്ലിൻ്റെ ഡ്യൂ ഡേറ്റ് എന്നുള്ളത് ഡ്യൂ ഡേറ്റ് ഓഫ് ദെയർ ലയബിലിറ്റീസുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ഷോർട്ട് ടേം മെച്യൂരിറ്റീസ് ആൻഡ് ഡെപ്പോസിറ്റ്സുകൾ നടപ്പിലാക്കുകയും ചെയ്യാം. അഞ്ചാമത് പറയുന്നത് ഹെൽപ്ഫുൾ ടു മീറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്. സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ്. ട്രഷറി ബിൽസ് ആർ എലിജിബിൾ സെക്യൂരിറ്റീസ് ഫോർ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെൻറ്റ്സ്. ട്രഷറി ബില്ലുകൾ എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാൻ എലിജിബിൾ ആണ്. ഇറ്റ് ഈസ് ആൾസോ ഹെൽപ്ഫുൾ ടു മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ് റേഷ്യോ. അതുപോലെ തന്നെ CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഹെൽപ്ഫുള്ളാണ്. ട്രഷറി ബിൽസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഈസിലി ആൻഡ് സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു മെയിൻറ്റെയിൻ CRR. ട്രഷറി ബില്ലിനെ നമുക്ക് ക്യാഷിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോന് വേണ്ടിയിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം? യൂട്ടിലൈസ് ചെയ്യാനും സാധിക്കും. സോ ട്രഷറി ബിൽസ് ആർ എലിജിബിൾ സെക്യൂരിറ്റീസ് ഫോർ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെൻറ്റ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എലിജിബിൾ സെക്യൂരിറ്റീസ് ആണ്. അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ്. ട്രഷറി ബിൽസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഈസി ആയിട്ട് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്യാഷ് റിസർവ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ആറാമത് പറയുന്നത് സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് ടേം ഫണ്ടിൻ്റെ ഒരു സോഴ്സാണ്. ദ ഗവൺമെൻറ് ക്യാൻ ഈസിലി റേസ് നീഡഡ് ഷോർട്ട് ടേം ഫണ്ട്സ് ത്രൂ ട്രഷറി ബിൽസ്. ട്രഷറി ബില്ലിൽ കൂടെ ഗവൺമെൻറ്റിന് നീഡഡ് ഷോർട്ട് ടേം ഫണ്ടുകൾ റേസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ആൾസോ എ ചീപ്പ് സോഴ്സ് ബിക്കോസ് ഇറ്റ്സ് ഡിസ്കൗണ്ട് റേറ്റ്സ് ആർ ലോസ്. അതായത് ഇതൊരു ചീപ്പ് സോഴ്സാണ്. എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റുകൾ താരതമ്യേന കുറവാണ്, അല്ലെങ്കിൽ ലോ ആയതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് പറയാം? ഒരു ചീപ്പ് സോഴ്സാണ് നമുക്ക് പറയാം. ദി ഗവൺമെൻറ് ക്യാൻ ഈസിലി റേസ് നീഡഡ് ഷോർട്ട് ടേം ഫണ്ട്സ് ത്രൂ ട്രഷറി ബിൽസ്. ട്രഷറി ബില്ലിൽ കൂടെ ഗവൺമെൻറ്റിന് നീഡഡ് ആയിട്ടുള്ള ഷോർട്ട് ടേം ഫണ്ടുകൾ റേസ് ചെയ്യാൻ കഴിയും. ഇറ്റ് ഈസ് ആൾസോ എ ചീപ്പ് സോഴ്സ് ബിക്കോസ് ഇറ്റ്സ് ഡിസ്കൗണ്ട് റേറ്റ്സ് ആർ ലോ. അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റുകൾ ലോ ആയതുകൊണ്ട് അതൊരു ചീപ്പ് സോഴ്സാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഏഴാമത് പറയുന്നതാണ് പ്രീ വേരിക്കേറ്റ് ഫെസിലിറ്റി. വെൻ ദർ ഈസ് ഹെവി ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻ ഇൻ ദ കോൾ മാർക്കറ്റ്, ട്രഷറി ബിൽസ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഹെഡ്ജ് ഫെസിലിറ്റി എഗെയിൻസ്റ്റ് ഇറ്റ്. അതായത് കോൾ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഹെവി ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഹെഡ്ജ് ഫെസിലിറ്റി ആയിട്ട് നമുക്ക് ട്രഷറി ബില്ലിനെ ഉപയോഗിക്കാം. അതായത് റിസ്ക് കുറയ്ക്കാനുള്ള ഫെസിലിറ്റി ആയിട്ട് നമുക്ക് ട്രഷറി ബില്ലിനെ ഉപയോഗിക്കാം. ട്രഷറി ബിൽസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഇൻ കോൾ മാർക്കറ്റ് വെൻ ദ കോൾ റേറ്റ്സ് ആർ ഹൈ. കോൾ റേറ്റുകൾ കൂടുന്ന സമയത്ത് കോൾ മാർക്കറ്റിൽ നമുക്ക് ട്രഷറി ബില്ലിനെ ഇൻവെസ്റ്റ് ചെയ്യാനും ക്യാഷിലേക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. സോ ട്രഷറി ബിൽസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഇൻ കോൾ മാർക്കറ്റ് വെൻ ദ കോൾ റേറ്റ്സ് ആർ ഹൈ. കോൾ റേറ്റുകൾ ഹൈ ആവുന്ന സമയത്ത് കോൾ മാർക്കറ്റിൽ നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനും ക്യാഷിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും സാധിക്കും. എട്ടാമത് പറയുന്നത് ഹെൽപ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. ദ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ക്യാൻ ബി കൺട്രോൾഡ് ബൈ അബ്സോർബിംഗ് ദ എക്സസ് ഫണ്ട്സ് ഇൻ ദ എക്കണോമി ത്രൂ ദ ഇഷ്യൂ ഓഫ് ട്രഷറി ബിൽസ്. ട്രഷറി ബില്ലിൻ്റെ ഇഷ്യൂയിൽ കൂടെ എക്സസ് ഫണ്ടുകളെ എക്കണോമിയിൽ നിന്നും അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ഇൻഫ്ലേഷണറി സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാം. ദ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ക്യാൻ ബി കൺട്രോൾ. ഇൻഫ്ലേഷണറി സിറ്റുവേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ട്രഷറി ബില്ലിൻ്റെ ഇഷ്യൂ ആണ്. ബൈ അബ്സോർബിംഗ് ദ എക്സസ് ഫണ്ട്സ് ഇൻ ദ എക്കണോമി. എക്കണോമിയിലുള്ള എക്സസ് ഫണ്ടുകൾ അബ്സോർബ് ചെയ്തിട്ട് ട്രഷറി ബില്ലിൻ്റെ ഇഷ്യൂയിൽ കൂടെ നമുക്ക് ഇൻഫ്ലേഷണറി സിറ്റുവേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജാണ്. ഇതൊക്കെയാണ് ട്രഷറി ബില്ലിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് സേഫാണ്, രണ്ടാമത് പറഞ്ഞു ലിക്വിഡിറ്റിയാണ്, ലിക്വിഡിറ്റി ഉണ്ട്, മൂന്നാമത് സ്യൂട്ടബിൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ടേം ഇൻസ്ട്രുമെൻ്റ് ആണ്. ഹെൽപ്ഫുൾ ടു എഫക്റ്റീവ് ഫണ്ട് മാനേജ്മെൻറ്റ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഫണ്ട് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. ഹെൽപ്ഫുൾ ടു മീറ്റ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റുകൾ മീറ്റ് ചെയ്യാൻ സഹായകരമാണ്. സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ടു ഗവൺമെൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ടാണ്. പ്രീ വേരിക്കേറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഹെൽപ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ട്രഷറി ബില്ലിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൊമേഴ്സ്യൽ പേപ്പർ എന്താണെന്നും കൊമേഴ്സ്യൽ പേപ്പറിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ട്രഷറി ബിൽസ് എന്താണെന്നും ട്രഷറി ബില്ലിൻ്റെ അഡ്വാൻറ്റേജ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണും. ഓക്കെ, താങ്ക് യു.